ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 67. ആദിയിട്ട. കുറച്ചു നേരം കഴിഞ്ഞതും ദേവിക അടുത്തിരിക്കുന്നവനെ മെല്ലെ വിളിച്ചു, ഒട്ടൊരു നിസ്സഹായതയോടെ. എന്താടി? ആൽത്തറയിൽ ഒന്നിളകിയിരുന്നവൻ അവളെ പൊടുന്നനെ മുഖമുയർത്തി നോക്കി. അത്രയും നേരം ചൊടികളിൽ പുഞ്ചിരിയും അണിഞ്ഞ് സ്വയം മറന്നിരുന്നവൾക്ക് പെട്ടെന്നൊരു ഭാവമാറ്റം എന്തിനുണ്ടായി എന്നൊരു പകപ്പിലായിരുന്നു ആദിയപ്പോൾ. ഞാൻ ഉറക്കത്തിൽ സുധിയെ ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഞെട്ടി എഴുന്നേറ്റത്. എന്തോ തെറ്റ് ചെയ്ത കുട്ടിയുടെ ഭാവമായിരുന്നു ദേവിയയ്ക്കപ്പോൾ. എനിക്കറിയാം. അവളുടെ ഇടത്തെ കൈത്തണ്ടയിൽ ഒരു ധൈര്യത്തിനെന്ന പോലെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. ആദിയേട്ടന് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടാവോ അല്ലേ? അവൾ നിസ്സഹായതയോടെ ചോദിച്ചു. അതെല്ലോ ടീച്ചറെ, ദേഷ്യം വന്നുകൊണ്ടല്ലേ ഈ തണുപ്പത്ത് ഇവിടെ എൻ്റെ ടീച്ചറിനെയും കൊണ്ട് ഞാൻ വന്നത്. അവൻ വെറുതെ ചിരിയോടെ പറഞ്ഞു. ദേവികയൊന്നും മിണ്ടിയില്ല. അറിയാം, ആദ്യേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന്. എൻ്റെ മനസ്സ് ഓക്കെ അല്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പാവം എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെയെങ്കിലും എൻ്റെ മൈൻഡൊന്ന് മാറട്ടെ എന്ന് കരുതി കാണും. അയാൾ എന്നെ ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും കാട്ടാതെ ഉപദ്രവിക്കുമായിരുന്നു ആദ്യേട്ടാ. പേടിയാ എനിക്ക്. അതാ എൻ്റെ സ്വപ്നത്തിൽ വരുന്നതും അയാൾ എന്നെ അത്രയ്ക്ക്. ബാക്കി പറയാനാവാതെ അവൾ അവനെ കണ്ണു തെറിച്ച് നോക്കി. അതൊക്കെ എങ്ങനെയാ അവനോട് പറയുന്നതെന്നുള്ള അങ്കലാപ്പിലായിരുന്നു പെണ്ണ്. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ദേവി, എല്ലാം മറന്നു കളഞ്ഞേക്ക്. ഇനിയും ഒരു സങ്കടം അവളുടെ മുഖത്ത് കാണാൻ ശേഷിയില്ലാത്തത് കൊണ്ടാവാം ആദ്യം അങ്ങനെ പറഞ്ഞത്. എനിക്ക് അയാൾ ചെയ്ത ഓരോന്നും ഇങ്ങനെ ദുസ്സപ്പങ്ങളായി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആദ്യേട്ടാ. എൻ്റെ മനസ്സിൽ അയാൾ ഉണ്ടാക്കിയ പേടി അത്രയ്ക്കും വലുതാണ്. ദേവിക അവൻ്റെ വാക്കുകൾ കേൾക്കാതെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു ക്ഷമാപണം പോലെ. ഒരു തുറന്നു പറച്ചിലൂടെയെങ്കിലും ദേവികയുടെ മുഖത്ത് സന്തോഷം കാണുവാനായി കൊതിച്ചവൻ അവളെ കേൾക്കാൻ എന്ന വണ്ണം കാതുകൾ കൂർപ്പിച്ചു. അറിയില്ല ആദിയേട്ടാ, ഇപ്പോഴും എന്തിനാണ് അയകളെക്കുറിച്ച് ഞാനിങ്ങനെ ഓരോന്നും കാണുന്നതെന്ന്. പെണ്ണിൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു ആ സമയം. ടീച്ചറേ, ഇങ്ങനെ പോയാൽ ഇനി ശരിയാവില്ലെന്ന് മനസ്സിലായതും ആദ്യ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു, അവളെ തൊട്ടില്ല എന്ന രീതിയിൽ. അവൻ്റെ സ്പർശം ദേഹത്ത് അറിഞ്ഞതും ദേവിക പൊടുന്നനെ അവൻ്റെ കണ്ണുകളിലേക്ക് പിടപ്പോടെ നോക്കി. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട ടീച്ചറെ. ആ ഓർമ്മകളൊന്നും ടീച്ചറിൻ്റെ മനസ്സിലിങ്ങനെ കരടായി കിടക്കാൻ ഈ ആദ്യമുള്ളപ്പോൾ സമ്മതിക്കില്ല. നാളുകൾ കഴിയുമ്പോൾ ടീച്ചറിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ. എന്നെ മാത്രമേ ടീച്ചർ ഓർക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളൊക്കെ ഓർക്കാൻ ടീച്ചറിന് എവിടെ സമയമുണ്ടാവും? പെണ്ണിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ഒട്ടൊരു കുറുമ്പോടെ ആദ്യം അവളെ നോക്കി ഇരു കണ്ണുകളും ചിമ്മിക്കാട്ടി. ദേവിക അവൻ്റെ സ്നേഹത്തോടെയുള്ള സംസാരത്തിൽ മുഴുകിയിരുന്നു ആ മുഴുവൻ സമയവും. ഈ ദേവിക ടീച്ചർ ഇപ്പോൾ എൻ്റെയാ, എൻ്റെ മാത്രം സ്വന്തം. അപ്പോൾ ഈ മനസ്സും എൻ്റെയല്ലേ? അവിടെ എപ്പോഴും ഞാനല്ലേ ഉണ്ടാവേണ്ടേ? ഞാനിരിക്കേണ്ട സ്ഥാനത്ത് സ്വപ്നത്തിൽ പോലും മറ്റൊരാളുണ്ടാവുന്നത് ഞാൻ എങ്ങനെയാ സഹിക്കുന്ന ടീച്ചറെ? കുറുമ്പോടെ പറഞ്ഞുകൊണ്ടിരുന്നവൻ്റെ മുഖം പൊടുന്നനെ പരിഭവത്താൽ വീർക്കുന്നത് ദേവിക ഒട്ടൊരു കൗതുകത്തോടെ നോക്കിയിരുന്നു. നീയും ഞാനും നമ്മുടെ മോളും, അത് മതി നമുക്കിനി. ജീവിതം അങ്ങ് നീളത്തിൽ പരന്ന് കിടക്കുമല്ലേ ടീച്ചറെ? നമുക്കങ്ങ് അടിച്ചു പൊളിക്കാന്നേ. പൊളിയായിരിക്കും അല്ലേ? കണ്ണിറുക്കി കാട്ടിക്കൊണ്ട് കുസൃതി പറയുന്നവൻ്റെ ഇരു കൈപ്പത്തികൾക്ക് മുകളിലും പെണ്ണിൻ്റെ കൈവിരലുകൾ അറിയാതെ അമർന്നു പോയിരുന്നു അവൻ്റെ സ്നേഹം. അതവൾക്ക് ആഗ്രഹിച്ചതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണ് നിറഞ്ഞത് കവിളിൽ കൂടി താഴേക്ക് ഒഴുകി ചാലുകൾ തീർക്കുന്നത് പോലും ദേവികയെപ്പോൾ അറിഞ്ഞില്ല. അവൾ അപ്പോഴും ആദിയുടെ കണ്ണുകളിലേക്ക് മാത്രം നന്ദിയോടെ നോട്ടം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ ഈ സങ്കടം? അതും ടീച്ചറിന് സ്വന്തമായിട്ട് ടീച്ചറിൻ്റെ ആദ്യേട്ടനുള്ളപ്പോൾ. ഈ കണ്ണുകൾ ഒരിക്കലും നിറയാതെ ഞാൻ നോക്കിക്കോളാം. ഈ മനസ്സിന് ചെറുവേദനകൾ പോലും നൽകാതെ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചോളാം. എൻ്റെ ഈ പാവൻ ടീച്ചറിന് മേൽ ആരുടെയും കണ്ണ് തട്ടാതെ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചോളാം. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ടീച്ചറെ. പറച്ചിലിനോടൊപ്പം തന്നെ ഇടം കൈപ്പത്തി അവളുടെ പിൻകഴുത്തിൽ താങ്ങി വലങ്കയിലെ വിരലുകൾ കൊണ്ട് പെണ്ണിൻ്റെ നിറഞ്ഞു തൂവിയ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തൂത്തെറിഞ്ഞു കളഞ്ഞവൻ. അത് മതിയായിരുന്നു ദേവികയ്ക്ക്.
അവൻ്റെ ആ വാക്കുകൾ ഹൃദയത്തെ അപ്പാടെ തണുപ്പിക്കാൻ പോകുന്നതായിരുന്നു. അത്രയും നേരം എരിഞ്ഞുകൊണ്ടിരുന്ന മനസ്സിന് മുകളിൽ ആരോ വെള്ളം ഒഴിച്ച് കെടുത്തിയതുപോലെ. എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ? എന്ത് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ആദ്യമായിട്ടും ചേർത്ത് പിടിക്കുന്നേ? ആരും ഇല്ലാത്തോളല്ലേ ഞാൻ? ഒരുത്തൻ ചവച്ചു തുപ്പിയ വെറും. അത്ര മാത്രമേ ദേവികയുടെ വായിൽ നിന്നും വന്നുള്ളൂ. അപ്പോഴേക്ക് ആ ചുണ്ടുകൾ വിതുമ്പിപ്പോയിരുന്നു. ഇതെനിക്കിഷ്ടമല്ല കേട്ടോ. അവളെ പൊടുന്നതിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ഇത്തിരി ദേഷ്യത്തോടെ ശാസിച്ചു. വഴിവിളക്കിൻ്റെ നേരിയ വെളിച്ചം ആൾത്തറയിൽ അടിക്കുന്നുണ്ടായിരുന്നതിനാൽ ഇരുട്ടിലെ ഒരു നിഴൽ രൂപം പോലെ അവരിരുവരും അപ്പോൾ തോന്നിപ്പിച്ചു. എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല ആദ്യേട്ടാ. ചേർത്ത് പിടിച്ചിട്ടില്ല. സങ്കടം വന്നപ്പോൾ എന്നെ ഒന്ന് താങ്ങാൻ പോലും ദേവേട്ടൻ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദിയുടെ നെഞ്ചിൽ നെറ്റി മുട്ടിച്ചുകൊണ്ടവൾ പദം പറഞ്ഞ് ഏങ്ങലടിച്ചു. അമ്മ പോലും എന്നെ മാറ്റി നിർത്തി. എനിക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചില്ല. പെരുവഴിയിൽ അനാഥയെപ്പോലെ നിന്ന് കരഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വാ മോളെ എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. ആരുമില്ലാത്തോളാ ഞാൻ ആദ്യേട്ടാ, ആരുമില്ലാത്തോളാ. ദേവിക പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും നാൾ ഉള്ളിലടക്കിയ സങ്കടങ്ങൾ, അവഗണനകൾ എല്ലാം ഒന്നൊഴിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് പെയ്യുവാൻ തുടങ്ങി. അവനവളെ തടഞ്ഞില്ല. ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർത്തോട്ടേ എന്ന് കരുതി കാണും. ദേവികെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും പെണ്ണിൻ്റെ കരച്ചിലിനൊരു ശമനം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതും അവൻ അവളെ തൻ്റെ ദേഹത്തു നിന്ന് അടർത്തി മാറ്റി. മതിയോ ഇനി കരഞ്ഞത്, ഇനി വേണ്ടടി. കരഞ്ഞു വീർത്ത് നീരുവെച്ച മുഖത്ത് പടർന്ന കണ്ണുനീർ അവളുടെ ദേഹത്ത് കിടക്കുന്ന ഷാള് കൊണ്ട് തന്നെ അവൻ തുടച്ചു മാറ്റി. ഏങ്ങലടിച്ചുകൊണ്ടവൾ തലയാട്ടി. മരിക്കുന്നിടം വരെ ഈ ആദിയുടെ നെഞ്ചോര നീ ഉണ്ടാവും ദേവി. ആ ഒരു ഉറപ്പ് പോരെ എൻ്റെ പെണ്ണിന്? തന്നിലേക്ക് ചാഞ്ഞിരിക്കുന്നവളുടെ നെറുകയിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവൻ തിരക്കി. അവൾ സ്വയം അറിയാതെ മൂളി. ഇനി എന്തിനാ എങ്കിലീ കരച്ചില്? ഇനി മേലെ പഴയ കാര്യങ്ങളോർത്ത് കണ്ണു നിറയ്ക്കില്ലെന്ന് എനിക്ക് നീ വാക്കുതാ. അവൾക്ക് നേരെ ചെക്കൻ വലങ്കൈ നീട്ടി ഒരു ഉറപ്പിനായി. ദേവിക അവനിൽ നിന്ന് അകന്ന് നേരെയിരുന്നു. എന്നിട്ട് ആദിയുടെ നേർക്ക് നോട്ടം പായിച്ചുകൊണ്ട് തന്നെ മുഖം അമർത്തി തുടച്ചു. ഇനിയും തുറക്കാത്ത ക്ഷേത്രനടയിലേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് ആദിയുടെ നീട്ടിയ വലങ്കൈക്ക് മുകളിൽ അവളും തൻ്റെ വലങ്കൈപ്പത്തി ചേർത്ത് വെച്ചു. ആദിക്ക് അത്ഭുതമായിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ പെണ്ണിനെ ചേർത്ത് പിടിച്ച് ഇറുക്കി പൊട്ടിക്കാനൊന്ന് തോന്നിപ്പോയി. എൻ്റെ ടീച്ചറെ. ഇടം കൈ കൊണ്ട് അവളെ ദേഹത്തേക്ക് അമർത്തി ആ നെറുകയിൽ പ്രണയത്തോടെ ചുണ്ടു ചേർത്തവൻ. ദേവിക കണ്ണുകൾ അടച്ചു പിടിച്ച് അത് സ്വീകരിച്ചു. തണുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞതും അവളിൽ നിന്ന് ഇത്തിരി അകന്നു മാറിയിരുന്നവൻ ഇരു കൈകളും കൂട്ടിത്തിരുമ്മി. ഇത് പുതച്ചോ. അവൾ അവളുടെ ഷോള് മെല്ലെ ചുവലിൽ നിന്ന് മാറ്റാൻ നോക്കി. വേണ്ട. അവൻ അപ്പോൾ തന്നെ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. സാരമില്ല ആദ്യേട്ടാ, ഇത് പുതച്ചോ. ദേവിക വീണ്ടും നിർബന്ധിച്ചു. അപ്പം നിനക്ക് തണുക്കില്ലേ? ചെക്കൻ്റെ കണ്ണുകളിൽ നൊടിയിടയിൽ കുസൃതി മിന്നി മാഞ്ഞു. അത് സാരമില്ല. ആ നോട്ടം താങ്ങാനാവാതെ നാണത്താൽ അവൾ മുഖം കുനിച്ചു. എന്നാലേ എനിക്ക് സാരമുണ്ട്. അവളുടെ പിൻഭാഗത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ആ ഷോൾ എടുത്ത് അവൻ തോളിലൂടിട്ടു. എന്നിട്ട് പെണ്ണിനെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അതിൻ്റെ അറ്റ അവളെ പുതപ്പിച്ചു കൊടുത്തു. കൂട്ടത്തിൽ ആ പാവത്തിനെ ഞെക്കി അമർത്തി സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ദേവിക ഒന്ന് പിടഞ്ഞുവെങ്കിലും അവൾ കൊതറി മാറിയില്ല. അവൻ നൽകുന്ന ചൂടിലേക്ക് പറ്റിയിരുന്നു. ഒരുമയുണ്ടേ ഓലക്കമേലും കടക്ക എന്ന് ടീച്ചർ കേട്ടിട്ടില്ലേ? അവളുടെ വലത്തെ തോളിലേക്ക് താടി മുട്ടിച്ചുകൊണ്ട് പെണ്ണിൻ്റെ ചെവിയോരം അവൻ രഹസ്യമായി ചോദിച്ചു. ചെക്കൻ്റെ ഇടത്തേക്കാൾ അവളുടെ വലത്തേതുമായി മുട്ടിയുരുമിയപ്പോൾ പെണ്ണിന് കിളി തോന്നി. കഴുത്ത് വെട്ടിച്ചുവെങ്കിലും അവൻ അവളെ വിടാതെ ഇറുക്കി പിടിച്ചു. ആ. തലയുടെ പിൻഭാഗം ആദിയുടെ ഇടം കഴുത്തിലേക്ക് താങ്ങു കൊടുത്തുകൊണ്ട് അവളൊന്ന് നാണത്തോടെ മൂളി. അതെ, ഇത്തിരി മുൻപ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വേണ്ടേ എൻ്റെ ടീച്ചർക്ക്? വീണ്ടും അവൻ രഹസ്യം പോലെ ചോദിച്ചു. എന്ത്? ഇത്തവണ മാത്രം മുഖം ചരിച്ച്
അവനെ നോക്കാൻ ദേവിക മടിച്ചില്ല. എന്തിനാ നിന്നെ ഇങ്ങനെ ഞാൻ സ്നേഹിക്കുന്നതെന്ന്? പുറംതിരിഞ്ഞിരിക്കുന്നവളെ ഒന്നും കൂടി തന്നിലേക്ക് ഇറുക്ക് പിടിച്ചവൻ. എന്തിനാ? ഇത്തവണ ദേവികയിൽ പേടിയുണ്ടായില്ല. ശരീരം വിറച്ചില്ല. കണ്ണുകളിൽ വെപ്രാളമോ പരവേശമോ തെല്ലും ഉണ്ടായില്ല. പകരം കുറുമ്പായിരുന്നു. അവനോടുള്ള ഇഷ്ടമായിരുന്നു. എൻ്റെ എന്നുള്ള അധികാരമായിരുന്നു. പ്രണയം, എൻ്റെ ടീച്ചറിനോടുള്ള പ്രണയം കൊണ്ട്. പിറുപിറുത്തുകൊണ്ട് തന്നെ ആദിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്നും കവിളിൽ നിന്നും മെല്ലെ വലം കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. ആദ്യമായി അനുഭവിക്കുന്ന ആ സുഖസ്പർശത്തിൽ ദേവിക ഒന്ന് ഏങ്ങിപ്പോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. ഇന്നലെ സ്റ്റോറി ഇടാഞ്ഞത് എൻ്റെ വീട്ടിൽ അയ്യപ്പ പൂജ നടന്നുകൊണ്ട് മാത്രം കേട്ടോ, അല്ലാതെ മടി പിടിച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാവേ. അതുവരെ